iOS 26 ഒരു പുതിയ ഓവർഹാൾ എന്ന ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം കസ്റ്റമൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഹോം സ്ക്രീനിലും ലോക്ക് സ്ക്രീനിലും ഈ പറഞ്ഞ കസ്റ്റമൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ iOS 26 വന്ന കസ്റ്റമൈസേഷനും ബാക്കി കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇതേപോലെ ആപ്പിളിലെ എല്ലാ കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. So this is Yabin Xavier. Welcome back to Evika. ഏറ്റവും ആദ്യം ഡിവൈസിൻ്റെ സെറ്റിംഗ്സ് സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിംഗ്സ് എടുക്കാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വാൾപേപ്പർ എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് വാൾപേപ്പർ സെലക്ട് ചെയ്യാനായിട്ട് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ആഡ് ന്യൂ വാൾപേപ്പർ കൊടുത്തു. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്പേഷ്യൽ സീൻ എന്ന പുതിയ വാൾപേപ്പർ ആൽബം കാണാൻ പറ്റും. ഈ ഓരോ വാൾപേപ്പറും ഐഫോൺ തന്നെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്ത് ആ ഒരു ഫോട്ടോന് ഒരു സ്പേഷ്യൽ സീനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ഫോട്ടോൻ്റെ ഡെപ്ത് ആപ്പിൾ തന്നെ ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിച്ച് കുറച്ചധികം ലുക്കാണ് ഈ ഒരു ഡിവൈസിൻ്റെ വാൾപേപ്പറിന് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ iOS 26 ഒരു ഹാൻഡ് പിക്ഡ് വാൾപേപ്പർ ആൽബവും കാണാൻ പറ്റും. ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നമുക്ക് വരുന്നത് ഡസ്ക് എന്ന് പറഞ്ഞൊരു കളറാണ്. അതിനുശേഷം ഹാലോ ആൻഡ് സ്കൈ, ഷാഡോ, ഏറ്റവും അവസാനം ഡൈനാമിക് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഡൈനാമിക്കിൽ കളേഴ്സ് ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും. ഈ ഒരു കളറ് ടാപ്പിലോ അല്ലെങ്കിൽ ഓരോ ലോക്കിലോ അല്ല ചേഞ്ച് ആവുന്നത്. നമ്മുടെ ആ ഒരു നാട്ടിലെ സൺറൈസും സൺസെറ്റും അനുസരിച്ച് ടൈം ചേഞ്ച് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് മോഡിൽ നിന്ന് ഡാർക്ക് മോഡിലേക്ക് വാൾപേപ്പർ സ്വിച്ച് ആവും. അതാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. അടുത്ത വരുന്ന ചേഞ്ച് ഒരു കംപ്ലീറ്റ് റീഡീസിൻ്റെ ആയിട്ടുള്ള ലോക്ക് സ്ക്രീനിലാണ്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ക്ലോക്കിന്റെ ഡെപ്ത് എഫക്റ്റും ബാക്കി കാര്യങ്ങളും ഒരു പുതിയ ലുക്കാണ് ഐഫോണിന് കൊടുക്കുന്നത്. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു ക്ലോക്കിന് ചെറിയ ടോഗിൾ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ക്ലോക്കിന്റെ ഫോണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻലാർജ് ചെയ്യാനും അതേപോലെ ചെറുതാക്കാനും പറ്റുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു ഡെപ്ത് എഫക്റ്റ് കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഫോണ്ടും കളേഴ്സും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു ഫോണ്ടിന്റെ തിക്നെസ്സും അതോടൊപ്പം തിന്നാക്കാനും ഈസി ആയിട്ട് ഈ ഒരു സ്ക്രബ്ബറിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഫോണ്ടിന്റെ തിക്നെസ്സും തിന്നെസ്സും മാത്രമല്ല ഈ ഒരു ഡെപ്ത് എഫക്റ്റ് ഫസ്റ്റ് ഫോണ്ടിൽ മാത്രമാണ് ആപ്പിൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. സെക്കൻഡ് ഫോണിലും തേർഡ് ഫോണിലും ബാക്കിയുള്ള എല്ലാ ഫോണ്ടുകൾക്കും ഡൈനാമിക് ഓപ്ഷൻ ആപ്പിൾ കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ഫോണ്ടിൽ മാത്രമാണ് ഡൈനാമിക് ഓപ്ഷൻ ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഏറ്റവും താഴത്ത് ഗ്ലാസ്, സോളിഡ് എന്നുള്ള രണ്ട് ഓപ്ഷൻസും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ ഡെപ്തും റിഫ്ലക്ഷൻസ് അനുസരിച്ച് ക്ലോക്കിലും ആ ഒരു ചേഞ്ച് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ ഒരു ഗ്രില്ലിൻ്റെ സൈഡിൽ 1 വരുമ്പോൾ ആ ഒരു 1 ചെറിയൊരു റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ജസ്റ്റ് സോളിഡ് ആണെങ്കിൽ ആ ഒരു സോളിഡിൽ ഫ്ലാറ്റ് ആയിട്ടൊരു കളറാണ് നിങ്ങൾ കാണാൻ പറ്റുന്നത്. ഇതേപോലെ ഗ്ലാസും സോളിഡും രണ്ട് ഓപ്ഷൻസ് ആപ്പിൾ ലോക്ക് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താഴത്ത് ഒരു പുതിയ ഓപ്ഷൻ നിങ്ങൾ കാണാൻ പറ്റും. ഇറ്റ്സ് കോൾഡ് സ്പേഷ്യൽ സീൻ. അതിനുവേണ്ടി ഒരു സെലക്റ്റഡ് ആയ വാൾപേപ്പർ ഞാൻ കാണിച്ചുതരാം. ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വാൾപേപ്പറും എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയും ഹാൻഡ് പിക്ഡ് ആയുള്ള HD വാൾപേപ്പേഴ്സ് അവിടുന്ന് ആക്സസ് ചെയ്യാം. സോ ഇപ്പോൾ തന്നെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ഒരു മെമ്പർ ആകുക. ഇനി ഈ ഒരു വാൾപേപ്പർ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ഫോൺ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ഡൈനാമിക് എഫക്റ്റ് വാൾപേപ്പറിൽ കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് കാണുന്ന ഈ ഒരു സ്പേഷ്യൽ ബട്ടണിലൂടെയാണ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് ഞാൻ ടേൺ ഓഫ് ചെയ്തു. എൻ്റെ ഡിവൈസിൻ്റെ ക്ലോക്കിൻ്റെ ബാക്കിലേക്ക് വാൾപേപ്പർ പോയി. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർഗ്രൗണ്ടിലേക്ക് വരികയും ബാക്ക്ഗ്രൗണ്ടിലേക്ക് ക്ലോക്ക് പോയി ഒരു ഡൈനാമിക് എഫക്റ്റ് ഇവിടെ കറക്റ്റായിട്ട് ആക്സസ് ചെയ്യുന്നുണ്ട്. ആൻഡ് തൊട്ടപ്പുറത്താണ് ഈ 3 ഡോട്ട്സിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡെപ്ത് എഫക്റ്റ് എന്നുള്ള ഓപ്ഷനും എക്സ്റ്റൻഡഡ് വാൾപേപ്പർ എന്നുള്ള രണ്ട് ഓപ്ഷൻസും ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് വിജറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലോക്കിൻ്റെ താഴത്തായിട്ട് നിങ്ങൾക്ക് വിജറ്റ് സെക്ഷൻസും കാണാൻ പറ്റും. അത് ടാപ്പ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ആയ വിജറ്റ്സ് ഓപ്ഷനും ഇവിടെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഐഫോൺ ആപ്ലിക്കേഷൻസ് മാത്രമല്ല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന് സപ്പോർട്ടും ഈ ഒരു വിജറ്റ്സ് ഓപ്ഷനിൽ ആപ്പിൾ കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുഖത്തിലേക്ക് ഡേയിലും ഡേറ്റിലും വിജറ്റ്സും നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ മൾട്ടിപ്പിൾ ആയുള്ള വിജറ്റ്സ് ഓപ്ഷനും ആപ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്താണ് താഴത്ത് കാണുന്ന കൺട്രോൾസ് എന്ന് പറയുന്നത്. രണ്ട് മൈനസ് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ മൈനസ് ചെയ്തപ്പോൾ ഒരു പുതിയ പ്ലസ് ബട്ടൺ പോപ്പ് ആയിട്ടുണ്ട്. ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് മൾട്ടിപ്പിൾ കൺട്രോൾസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ
ഐഫോണിലെ ഇംബിൾഡ് ആപ്ലിക്കേഷൻസിന് മാത്രമല്ല ChatGPT എന്നിങ്ങനെ കൂടുതൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ കൺട്രോൾസും നിങ്ങൾക്കവിടെ ആക്സസ് ചെയ്യാം. ഞാനിവിടെ ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഇനി എനിക്ക് ഈസി ആയിട്ട് ഈ ഒരു കൺട്രോൾ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറീസ് അപ്പോൾ തന്നെ ക്യാപ്ചർ ചെയ്ത് സ്റ്റോറി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. എഡിറ്റ് ഓപ്ഷൻ എടുത്ത് കസ്റ്റമൈസ് എന്ന പുതിയ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് പുതിയ ഓപ്ഷൻസ് ആപ്പിലൂടെ കൊടുത്തിട്ടുണ്ട്. ഡിഫോൾട്ട് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ലൈറ്റ് മോഡ്, പിന്നെ ഡാർക്ക് മോഡ്. ആൻഡ് ഡാർക്ക് മോഡിൽ തന്നെ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഈ പറഞ്ഞ വാൾപേപ്പറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ആ ഒരു കളറാണ് ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. കണ്ടോ, ഓരോ പ്രസ്സിലും ബാക്ക്ഗ്രൗണ്ടിലെ ആ ഒരു ലൈറ്റും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ആപ്പ് ഐക്കൺസ് കംപ്ലീറ്റ് ആയിട്ട് വലുതാക്കാനും അതോടൊപ്പം ചെറുതാക്കാനും നിങ്ങൾക്ക് പറ്റും. ചെറുതാക്കുകയാണെങ്കിൽ എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെ പേരും ഫോൾഡേഴ്സിൻ്റെ പേരും കാണാൻ പറ്റും. വലുതാക്കുകയാണെങ്കിൽ ഓരോ പേജുകളെ ഹിഡൻ ആക്കിയിട്ട് ആപ്പ് ഐക്കൺസ് വലുതാക്കും. ഞാൻ ഡിഫോൾട്ടായിട്ട് ചെറുതായിട്ട് തന്നെ വെച്ചു. ആൻഡ് അടുത്ത മൂന്നാമത്തെ ഓപ്ഷനാണ് ക്ലിയർ എന്ന് പറയുന്നത്. iOS 26 ക്ലിയർ ഐക്കൺസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ ആപ്പ് ഐക്കൺസും ക്ലിയറിലേക്ക് മാറിയതും വിജറ്റിന് ഒരു പുതിയ ബഗ് വന്നതും കാണാൻ പറ്റും. നാലാമത്താണ് ടിൻറ്റഡ് എന്ന് പറയുന്നത്. ടിൻറ്റഡ് ഓപ്ഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ iOS 26 വന്നപ്പോൾ രണ്ട് പുതിയ ഫീച്ചേഴ്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട് ഐക്കൺസ് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഒന്ന് ഐഫോണിൻ്റെ ചിഹ്നവും രണ്ട് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ NFC ഉള്ള കേസിൻ്റെ ചിഹ്നവുമാണ് കാണിക്കുന്നത്. ഈ പറഞ്ഞ ഡിവൈസിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫോണിൻ്റെ കളർ അനുസരിച്ച് ആപ്പിൻ്റെ ഐക്കൺസ് എല്ലാം ബ്ലാക്ക് ആയത് കാണാൻ പറ്റും. എൻ്റെ ഡിവൈസ് ബ്ലാക്ക് ആണ്, സോ ബ്ലാക്ക് ഐക്കണിലേക്ക് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഡിവൈസിൻ്റെ എന്ത് കളറാണോ ആ ഒരു കളർ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. അതോടൊപ്പം കേസിൻ്റെ ഒരു കളറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ യെല്ലോ കേസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി യെല്ലോ ആണെന്ന് മനസ്സിലാക്കി നമ്മുടെ ആപ്പ് ഐക്കൺസും യെല്ലോ കേസിലേക്ക് ചേഞ്ച് ചെയ്യും. ഇത് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ NFC എനേബിൾഡ് ആയിട്ടുള്ള കേസുകൾക്ക് മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് തൊട്ട് താഴത്തും നിങ്ങൾക്ക് ലൈറ്റ്, ഡാർക്ക് ആൻഡ് ഓട്ടോ എന്നുള്ള 3 ഓപ്ഷൻസും ആപ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്തു. ഓട്ടോമാറ്റിക് നമ്മുടെ വിജിറ്റിന്റെ ബഗ് പോയതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത വരുന്ന ചേഞ്ച് ആണ് കൺട്രോൾ സെന്റർ എന്ന് പറയുന്നത്. കൺട്രോൾ സെന്ററിന്റെ ഈ ഒരു ചേഞ്ച് ഓൾറെഡി iOS 18 ആപ്പിൾ കൊണ്ടുവന്നു. പക്ഷേ 26 വന്നപ്പോൾ നിങ്ങൾക്ക് ഫങ്ഷണാലിറ്റീസും അതോടൊപ്പം ഓപ്ഷൻസും ആപ്പിൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഓരോ വട്ടവും നമ്മുടെ കൺട്രോൾ സെന്ററും വാൾപേപ്പറും എല്ലാം ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി എവിക്കയുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസും അതോടൊപ്പം പല ഡിഫറെൻറ്റ് ടൈപ്പുള്ള കൺട്രോൾ സെൻറ്ററിൻ്റെയും ഹോം സ്ക്രീനിൻ്റെ ഒക്കെ ലേ ഔട്ട് നിങ്ങൾക്ക് ലഭിക്കും. സോ ഈ ഓരോ ലേ ഔട്ട് അനുസരിച്ച് നിങ്ങളുടെ കൺട്രോൾ സെൻറ്ററും അതനുസരിച്ച് ചേഞ്ച് ചെയ്ത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ടാഗ് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് iOS 26 ഒരു ഹിഡൻ ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നേരെ ഫോട്ടോസ് എടുക്കാം. ഫോട്ടോസിൽ നിങ്ങൾക്ക് കുറേയധികം മൾട്ടിപ്പിൾ ഫോട്ടോസ് ഇതേപോലെ കിടക്കുന്നുണ്ട്. ഈ എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് ക്വിക്ക് സെലക്ഷനോടെ വാൾപേപ്പർ സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ സെലക്ട് ചെയ്തു, കുറച്ച് ഡ്രാഗ് ചെയ്തു, ഏറ്റവും താഴത്തുള്ള ഈ ഒരു ഷെയർ ഷീറ്റിൽ ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ഫോട്ടോ ഷഫിൾ വാൾപേപ്പർ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ സെലക്ട് ചെയ്ത എല്ലാ വാൾപേപ്പേഴ്സും ഒരു ഫോട്ടോ ഷഫിൾ വാൾപേപ്പറായിട്ട് ലഭിക്കും. നിങ്ങൾക്ക് ട്രിപ്പ് പോയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സെൽഫ് ഒബ്സഷനുള്ള കുറേയധികം ഫോട്ടോസ് ഉണ്ടാവില്ലേ, അതെല്ലാം ഇതേപോലെ സെലക്ട് ചെയ്ത് ഫോട്ടോസ് ആക്കി സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫോട്ടോസ് ഒരു ഡെപ്ത് എഫക്റ്റ് കൊടുക്കണമെങ്കിൽ ഞാൻ ക്ലോക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തു. പക്ഷേ ഇത് ഫോർഗ്രൗണ്ടിലാണ്, എൻ്റെ വാൾപേപ്പർ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി. ഞാൻ ഈ കാണുന്ന 3 ഡോട്ട്സിൽ ടാപ്പ് ചെയ്തപ്പോൾ കുറേയധികം ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. എൻ്റെ ഷഫിൾ ഫ്രീക്വൻസി ഓരോ അവറിൽ മാറണോ, ഡെയിലി മാറണോ, അല്ലെങ്കിൽ ഓരോ ലോക്ക് ടാപ്പ് എന്നിങ്ങനെ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ഇത് ചേഞ്ച് ചെയ്യാം. ഞാനിത് ലോക്കിലേക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ടാപ്പിലേക്ക് കൊടുത്തു. അതിനുശേഷം ഡെപ്ത് എഫക്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ക്ലോക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവുകയും വാൾപേപ്പർ ഫോർഗ്രൗണ്ടിലേക്ക് വന്ന് ഒരു ഡെപ്ത് എഫക്റ്റ് ഇവിടെ ഇംബിൾഡ് ആയിട്ടുണ്ട്. അടുത്ത വാൾപേപ്പർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അടുത്ത വാൾപേപ്പർ ഉണ്ട്. ഒന്നുകൂടെ ടാപ്പ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് ഓരോ വാൾപേപ്പറിനും ആ ഡെപ്ത് എഫക്റ്റ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഈ എല്ലാ വാൾപേപ്പറും ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള HD വാൾപേപ്പേഴ്സ് നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ റെഗുലറായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ഈസി ആയിട്ടും അതോടൊപ്പം ഫ്രീ ആയിട്ടും ഈ ഒരു വാൾപേപ്പർ ആക്സസ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ iOS 26 വന്ന ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷനിൽ വന്ന ചേഞ്ചസ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ.
This is Jabin Xavier signing from Evica.